ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിൽ വന്നതാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ചായ ഇട്ട് കുടിച്ച് പിന്നെ ഞാൻ ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് ആലോചിക്കാനും പിടിക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം ഡയറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം എന്നുള്ള പരിപാടിയിലാണ്. ഈ ലഞ്ചിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും പെട്ടെന്നുള്ള മാറ്റം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് 2 ദോശയും ടൊമാറ്റോ ചട്നിയും പിന്നെ ഒരു ഓറഞ്ചും ഒരു ചിക്കു പിന്നെ ഒരു ജ്യൂസും അങ്ങനെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ രാവിലെ ടീ ആണെങ്കിലും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല, കുറച്ച് ഷുഗർ ഇട്ടിട്ട് അങ്ങനെയാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ ഡയറ്റിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് വെജീസും ഫിഷും ചിക്കനൊക്കെ കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേര മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഫ്രഷായിട്ട് ഓർഡർ ചെയ്യാറ്. അപ്പോൾ അതും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അത് എത്തും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള കൂടുതൽ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് വെജീസും ചിക്കൻ ഫിഷ് ഐറ്റംസ് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇക്ക കഴിച്ചിട്ട് ഒന്ന് ദുബായിൽ പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹാസിബ് എൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു, പിള്ളേരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു രസം, പിന്നെ ബീൻസ് തോരൻ, പിന്നെ മാന്തൾ ഫിഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രൈയും ആണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് വെജീസും ഫിഷും ഒക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അപ്പോൾ ബീൻസും ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. മക്കൾ കുളിച്ചിട്ട് പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയായിട്ടാണ് വന്നപ്പോൾ. അപ്പോൾ ഹാസിമ അവിടെ കൊക്കോമ്പലും കണ്ട് തകർത്ത് കളിയിലാണ്. ടി വിയിൽ കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി അതേപോലെ ചെയ്യാമെന്നാണ് മൂപ്പരുടെ പരിപാടി. അതിലവർ ഓടുകയാണെങ്കിൽ ആൾ ഓടും, അതിലവർ താഴേക്ക് വീഴുകയാണെങ്കിൽ അവനും താഴെ വീഴും. അങ്ങനെ ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഊതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചതാണ് കേട്ടോ. പകുതി പരിപാടി കഴിഞ്ഞിട്ട് ഞാനും കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ആയിട്ട് ഞാനും പോയി. ഹാറൂൻ നേരത്തെ പോയി, ഹംദാൻ ദേ ഇപ്പോൾ അങ്ങനെ കുളിച്ചിറങ്ങുന്നുണ്ട്. ടി വിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ, ടി വിയിൽ ആ കുഞ്ഞ് കുനിയുന്ന അനുസരിച്ച് ഇവിടെ ഒരാളങ്ങനെ കുനിയുന്നുണ്ട്. ഹാസിമ് ചെയ്യണത് നോക്കി നിന്നാൽ പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നല്ല രസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യണത് അതേപോലെ ഇവിടെയും ഒരാൾ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുടപ്പൻ, പിണ്ടി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചീര, പിന്നെ 2-3 ടൈപ്പ് ഫിഷും ചിക്കനും ഒക്കെ അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഫ്രിഡ്ജിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചായിരുന്നു.
അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ 3 ഫ്ലെയിമും ഞാനങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. ചോറ് ഓൾറെഡി ഉണ്ട്, അതൊന്ന് തിളപ്പിച്ച് കൂട്ടിയാൽ മതി. അതേപോലെ രസത്തിന് വേണ്ടിയിട്ടും പാത്രം വെച്ചു. അതേപോലെ ബീൻസ് ഉലത്തിയെടുക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്തിട്ട് ബീൻസും സവാളയും പച്ചമുളകും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കൂടുതൽ ഓർഡർ ചെയ്ത സംഭവങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ അങ്ങനെ ഒന്നും വാങ്ങിക്കണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങി ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്തു. രസം വെക്കാൻ ആയിട്ട് നോക്കിയപ്പോൾ പെപ്പർ പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുരുമുളക് അങ്ങനെ അപ്പോൾ തന്നെ അങ്ങനെ പൊടിച്ചെടുത്തു. വെളിച്ചെണ്ണയൊക്കെ നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഞെക്കി കൊടുത്താലേ സംഭവമൊക്കെ പോരുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് 2 കൊല്ലമുളക് ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തത് അങ്ങനെ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 തക്കാളി നല്ലപോലെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ബീൻസും അവിടെ അങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ 2 കുക്കുംബറും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും വിനീഗറൊക്കെ ഇട്ട്, അപ്പോൾ അതും കഴിക്കാമല്ലോ. മാക്സിമം ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ മാന്തളും ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് വെറുതെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രം തേച്ചിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഉലുവാപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെപ്പർ പൗഡർ അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ സോൾട്ട് കറിവേപ്പില വിനീഗർ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മീനിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മക്കൾക്കുള്ള ഫിഷ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കണം. അതായത് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടിയും പെപ്പർ പൗഡറും സോൾട്ടും ഇട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ. ലാസ്റ്റ് മല്ലിയില ഇടണം. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ രസം. മസാലയുള്ള ഫിഷും കൂടി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹംദാന് ഫ്രൈഡ് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇഷ്ടാവില്ല. അപ്പോൾ തലേ ദിവസത്തെ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവന് ഓൾറെഡി അത് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇക്കായും ഹാസിമും ഹാറൂനൊക്കെ കഴിച്ചത് ഒരു 3 മണിയായപ്പോഴാണ് കേട്ടോ. ഇക്ക വന്നേ പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഹാറൂനും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയോ കളിക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോൾ ഒരു 2:30-2:45 അപ്പോൾ അപ്പോൾ വന്നിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായുള്ള പാത്രങ്ങൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ഡയറ്റ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിനും ഞാൻ ചോറ് വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾക്കുള്ള ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ റൈസ് സ്ഥിരമായിട്ട് എടുക്കുന്നതിനേക്കാളും ഒരു 2-3 സ്പൂൺ കുറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമുക്ക് വിളമ്പിയത്. എന്നിട്ട് ബീൻസിൻ്റെ തോരൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തു. അതേപോലെ കുക്കുംബർ പിന്നെ വലിയൊരു ഫിഷ്. അപ്പോൾ അത്രയും മതി കേട്ടോ. ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വയറ് ഫില്ലായിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഞാൻ ഇതിൻ്റെ ഡബിൾ ചോറാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അതിൻ്റെ പകുതി റൈസും പിന്നെ ബീൻസും പിന്നെ ഫിഷൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രസവും. ഹാറൂന് ഇതൊന്നും വേണ്ട കേട്ടോ. ഒരു ഫിഷ് ഫ്രൈ മാത്രം മതി. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും പിന്നെ വേപ്പിലക്കട്ടി അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ലഞ്ചും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഫ്രൈഡേ എന്നും എന്തെങ്കിലും സ്പെഷ്യലായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി മജ്ബൂസ് മക്ലൂബ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും കൂടുതലും. അപ്പോൾ ഇനി അതിനൊരു മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് പണി എന്നും പറഞ്ഞിട്ട് ജോജോൻ്റെ ഒരു മൂവി. അപ്പോൾ ഇക്കായൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പോൾ ഫോണിൽ
ടെലിഗ്രാമിൽ നിന്ന് എങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഹംദാനും ഹാറൂനും ഇടി, പിന്നെ ഹാസിമിൻ്റെ ഒച്ചപ്പാട്. കുറച്ച് നേരം സമാധാനമായിട്ട് ഒരു സിനിമയും കാണിക്കാറില്ല കേട്ടോ. പിന്നെ സിനിമ വളരെ ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ, അടിപൊളി മൂവിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഒരു വൈകുന്നേരം ഒരു 7 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ പടം. കാരണം ഇടയ്ക്ക് പ്രയറിൻ്റെ സമയത്തൊക്കെ നമ്മൾ പോസ് ചെയ്ത് വെക്കും, പിന്നെ പ്രയറിന് പോവും. അങ്ങനെയാണ് കേട്ടോ പോയി കണ്ടത്. അതിൻ്റെ ഇടയിൽ ഹാസിമ് സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പീസും കുട്ടി കുട്ടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.